കിടിലൻ പടം ബ്രോ, മസ്റ്റ് വാച്ച് ആണ്. സെക്കൻഡ് ഹാഫ് ആണ് സംഭവം ഇവർക്ക്. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആണ്, പക്ഷെ സെക്കൻഡ് ഹാഫ് പൊളിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ തുടക്കത്തിൽ സുരാജ് വെഞ്ഞാറമൂട് തന്നെ പറയുന്നുണ്ട്, വയനാട് എന്ന് പറയുമ്പോഴത്തേക്കും അത് മനോഹരമായ സ്ഥലമാണ്, എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് എന്നും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു സിനിമ അനുഭവമാണ് എനിക്ക് കിട്ടിയത്. കൂടെ ഒരു ഇമോഷണലി ടച്ചിങ് ആയിട്ടുള്ള ഒരു കഥയും കൂടെയാണ്. പടം നമ്മളെ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ അടിപൊളിയായിരുന്ന സുഖമായിട്ടിരുന്ന് കണ്ടിട്ടാണ് എല്ലാവരും പോയത്. കുറ്റം പറയണല്ല, ഒരുപാട് ഇമോഷണലാണ്. ഞാനും പടം കണ്ട് എന്റെ കണ്ണം നനഞ്ഞു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നല്ല പടം, സൂപ്പർ പടം. ടോവിനോടെ പെർഫോമൻസ് ഇടുക്കിയിട്ടുണ്ട്, അതാണ് മെയിൻ ഹൈലൈറ്റ് ഈ പടത്തിന്റെ. ഗെറ്റപ്പിൽ പറയുന്നത് നമ്മളെ ടോവിനെ കാണാൻ വേണ്ടി ആരും ഇങ്ങനെ വന്നിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മൾ വന്നില്ലെങ്കിൽ ഒരുപാട് നാളുകളായി ഈ ഗെറ്റപ്പിൽ വന്നിട്ട്. പക്ഷെ ഒരുപാട് പേര് എന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, അണ്ണാ നിങ്ങൾ ഇത് എന്നാണ് നിങ്ങളൊരു ഗെറ്റപ്പിൽ വരുന്നത് ചോദിച്ച്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നപ്പം ടോവിനോ തോമസിന്റെ ഒരു പടം വന്ന് അവൻ പോലീസിന്റെ ഒരു വേഷം ചെയ്യാനായിട്ട് ഞാൻ കുറെ നാളുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇപ്പോഴും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ടോവിനോ ഒരു അവസരം തന്ന് അങ്ങനെ വന്നു. ആദ്യമേ തന്നെ ഇമോഷണലി നമ്മൾ ഇന്നാവും. പിന്നെ ട്രൈബൽ നേരിടുന്ന ആ ഒരു വേദനയൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഗുഡ് മൂവി. പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. മേക്കിംഗ് ആയാലും എല്ലാം എടുത്ത് പറയേണ്ടതാണ്. നൈസായിരുന്നു. പിന്നെ മ്യൂസിക്കും ക്യാമറ വർക്കും എല്ലാം അടിപൊളിയായിരുന്നു. തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരിലോട്ട് എത്തിയാൽ കൊള്ളായിരിക്കും. നല്ല പടം കേട്ടാ, അടിപൊളി പടം, കുറ്റം പറയാനായിട്ടൊന്നുമില്ല. ഡീഗ്രേഡിങ്. പിന്നെ പാട്ട്, ഇപ്പം അതിലൊരു പാട്ട് ട്രെൻഡിങ് ആണ് ഭയങ്കരമായിട്ട്. ടോവിനോ തോമസ് ആയാലും നായികയായിട്ടുള്ള ഒരു പാട്ട് ഭയങ്കര ട്രെൻഡിങ്. അപ്പോൾ റീൽസിൽ മൊത്തം അതാണുള്ളത്. ഞെരുപ്പ്, ഒരു രക്ഷയില്ല. അടിപൊളി പടം. ടോവിനെ കരയിപ്പിച്ചോളാന്നില്ലേ. സുരാജേട്ടനെ എടുത്ത് പറയണ, സുരാജേട്ടനൊക്കെ അടിപൊളിയാട്ടാ, സൂപ്പറായിട്ടാണ്. സുരാജേട്ടനും ടോവിനെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരുന്നു, സൂപ്പറായിരുന്നു. ഇമോഷണലാണ്. സെക്കൻഡ് ഹാഫ് നല്ലൊരു ഇമോഷണൽ കണക്ട് നമുക്ക് തരുന്നുണ്ട്. ഇല്ല, ഞാൻ ഇത് അറിഞ്ഞില്ല. ഇത് റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇപ്പോഴാണ് അറിഞ്ഞത്. ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത് റിയൽ ലൈഫ് ആണെന്ന്. ഇറ്റ്സ് എ വെരി ഇൻസിഡന്റ്, വളരെ സെൻസിറ്റീവ് ആയിട്ട് ഒരു ഇവന്റ് ആണ്. ഐ തിങ്ക് നന്നായിട്ട് അവർ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോഴ്സ് മെറ്റീരിയലോട് ട്രൂ ആണ്. ഇല്ല, അദ്ദേഹം മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോഴത്തേക്കും അത് എങ്ങനെ ഒരു വ്യക്തി ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നു, ഒരു സിസ്റ്റത്തിനോടും അല്ലെങ്കിൽ കൂടുതൽ പറഞ്ഞ സ്പോയിലറായി പോകും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിൽ ഉടനീളം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സുരാജ് വെഞ്ഞാറമൂട്. അതുപോലെ തന്നെ നമ്മുടെ പ്രശസ്ത സംവിധായകൻ നടനുമായ ചേരൻ, അദ്ദേഹവും മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു എക്സാജറേഷൻ വരുന്നില്ലെന്ന് തോന്നിപ്പോവാം. പിന്നെ നമുക്കതൊരു സിനിമാറ്റിക് ലെഗസിയുടെ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്കത് ഓക്കെ, നമുക്ക് എല്ലാം ഒരു ഡോക്യുമെന്ററി പോലെ ആയിപ്പോവും. പിന്നെ ഇവിടെ വേറൊരാൾ പറഞ്ഞു എല്ലാം അതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെന്ററി പോലെ ആയി. ഒരു രക്ഷയില്ല. എനിക്ക് നല്ല പടം ഇഷ്ടപ്പെട്ടു. ഗെറ്റപ്പ് കൊള്ളാമോ ഇല്ലേ? കൊള്ളാല്ലേ? മികച്ചൊരു സിനിമ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ണു നിറയിപ്പിക്കുന്ന ഒരു അനുഭവങ്ങള്, മൊമെന്റ്സ്. അതെ, ഇത് മുത്തങ്ങ സമരം തന്നെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷെ അത് ഇത് അങ്ങനെയല്ല. ഇത് വർഗീസ് എന്ന ഒരു സിനിമ, ഒരു പോലീസുകാരന്റെ ജീവിതകഥയിലൂടെ കടന്നു പോകുന്നതാണ്. അതൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ് ടോവിനോ തോമസിന്റെ. അപ്പം റിയൽ ആയിട്ട് നടന്ന മുത്തങ്ങ സമരത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 80-90% അതോടെ വരുന്നുണ്ട്. അതോടൊപ്പം മാച്ചിങ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും പിന്നെ കുറച്ച് ഭാഗങ്ങൾ അവിടെ നിന്ന് മാറ്റി ഇല്ല. അത് പ്രൊമോ സോങ് മാത്രമാണ്. ഞാനത് അറ്റ്ലീസ്റ്റ് ഒരു എൻഡ് ക്രെഡിറ്റ്സിലെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി. പക്ഷെ മറ്റേ ട്രൈബൽ സോങ് അടിപൊളിയായിരുന്നു.